ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യൂഫോറിയ എന്ന തെലുങ്ക് മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വികാസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളായ വിന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ കോടതിയിലേക്ക് തനിക്കെതിരെ തന്നെ ഒരു കേസുമായിട്ട് വരുന്നതാണ്. കോടതിയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. ഒരാൾ സ്വയം തനിക്കെതിരെ തന്നെ ഒരു കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് അവിടെ കൂടിയിരുന്ന മീഡിയ എല്ലാം തന്നെ വിന്ധ്യയോട് ചോദിക്കുന്നു. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഈ വികാസ് പബ്ലിക് സ്കൂളിന്റെ ഓണർ തന്നെ വിന്ധ്യയും വിന്ധ്യയുടെ ഹസ്ബൻഡും ആയിരുന്നു. വിന്ധ്യയുടെ മകൻ വികാസിന്റെ പേരിലായിരുന്നു അവർ ഈ സ്കൂൾ തുടങ്ങിയത്. വികാസും അതേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. +2 എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവൻ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി നടത്തുകയും കറങ്ങി നടക്കുകയും ചെയ്യുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ ഇതുപോലെ സമൂഹത്തിൽ ഉയർന്ന ജോലിയുള്ള ആൾക്കാരുടെ മക്കളായിരുന്നു. അവർക്കെല്ലാം രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടായിരുന്നു. സീനവിടക്കെട്ടായി പിന്നീട് നമ്മളെ കാണിക്കുന്നത് ചൈത്ര എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് 17 വയസ്സായിരുന്നു. വികാസിന്റെയും കൂട്ടുകാരുടെയും അതേ പ്രായം തന്നെ. IAS എഴുതിയെടുക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ചൈത്രയോട് അവളുടെ ഫ്രണ്ട് ദീപ്തി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു പബ്ബിൽ പാർട്ടി നടക്കുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ളവരുടെ പാർട്ടിയാണെന്നും യൂഫോറിയ എന്നാണ് പാർട്ടിയുടെ പേര്, നീ വരുന്നുണ്ടോ എന്നും. ചൈത്രയ്ക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത പാർട്ടിയല്ലേ, IAS ഒക്കെ പഠിച്ച് ഒരു കളക്ടറാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയല്ലേ നീ, സമൂഹത്തിൽ ഒരുപാട് പേരോട് ഇടപഴകിയിരിക്കുന്നതൊക്കെ നല്ലതാ, കുട്ടികൾ മാത്രമുള്ള പാർട്ടിയല്ലേ, അതുകൊണ്ട് പോയിട്ട് വരാൻ. ദീപ്തി കൂടെ നിർബന്ധിച്ചപ്പോൾ ചൈത്ര ആ പാർട്ടിക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ദീപ്തിയും ചൈത്രയും പാർട്ടിയിലെത്തിക്കഴിയുമ്പോൾ അതേ പാർട്ടിയിലുണ്ടായിരുന്ന വികാസും കൂട്ടരും അവിടെ വെച്ച് അവരെ പരിചയപ്പെടുന്നു. വികാസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ചൈത്രയോട് സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പാർട്ടിയൊക്കെ കഴിഞ്ഞ രാത്രിയിൽ ചൈത്രയെ അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അവള് നല്ല രീതിയിൽ ടയേർഡായിരുന്നു. അനിയനോടോ അമ്മയോടോ അധികം ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് പോയി. പാർട്ടിയിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവൾ ടയേർഡായതായിരിക്കാമെന്ന് അവരും കരുതി. എന്നാൽ റൂമിൽ കയറി അവളാകട്ടെ പൊട്ടിക്കരയുകയായിരുന്നു. അതേ ഡ്രസ്സിൽ തന്നെ അവൾ ബാത്റൂമിലേക്ക് പോകുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ കുളിച്ച ശേഷം അവൾ ബെഡിലേക്ക് വന്നു കിടന്നു. അതിനിടയ്ക്ക് ദീപ്തി അവളെ വിളിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മൾ പബ്ബിൽ വെച്ച് പരിചയപ്പെട്ടൊരു പയ്യൻ അവന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണത്. ഞാൻ അവിടെ നിന്ന് പോയ ശേഷം നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ടെൻഷനോടുകൂടി ചൈത്രയാകട്ടെ ആ വീഡിയോ നോക്കുന്നു. വികാസ് ചൈത്രയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ വികാസിന്റെയോ ചൈത്രയുടെ ഫേസ് ക്ലിയർ ആയിട്ട് അതിൽ കാണുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോ കണ്ടതും പേടിച്ച് ചൈത്ര ഫോൺ ദൂരേക്ക് വലിച്ചെറിയുന്നു. അത്ര മുഴുവൻ അവൾ കരയുകയായിരുന്നു. എന്നാൽ ഇവിടെ പിറ്റേന്ന് രാവിലെ തന്റെ പെർമിഷൻ ഇല്ലാതെ തന്റെ കൂട്ടുകാരൻ താൻ ചൈത്രയെ ഉപദ്രവിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തറിഞ്ഞിട്ട് വികാസ് ആ കൂട്ടുകാരനെ അടിക്കുന്നു. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കിയെന്നാണ് ആ കൂട്ടുകാരൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും എല്ലാവരുടെയും ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആക്കണമെന്നും ആർക്കും ഇനി ഷെയർ ചെയ്യാൻ പാടില്ലെന്നും ആ പെൺകുട്ടി പോലീസിലെങ്ങാനും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് നമ്മളെ തേടി വരുമെന്നും വികാസ് പറയുന്നു. ആകെ പേടിച്ച് അവന്റെ കൂട്ടുകാരെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. അവരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ വികാസ് പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും ഒളിച്ചോടുന്നില്ല, എന്താണെങ്കിലും ഇവിടെ വെച്ച് തന്നെ നേരിടാമെന്ന്. ഇന്ന് രാവിലെ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് ചൈത്ര ആഹാരം കഴിക്കാൻ താഴേക്ക് ഇറങ്ങി വന്നത്. അവളുടെ അച്ഛനും അനിയനും അവളുടെ ശരീരത്തിൽ തൊട്ടതുപോലും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവള് പേടിച്ചു വരച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ തലേന്ന് പാർട്ടിയിൽ നടന്ന കാര്യങ്ങൾ പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെയായിരുന്നു അവരുടെ പാർട്ടി. ഇന്നലെ പാർട്ടി തീരുന്നതിന് 2 മണിക്കൂർ മുൻപ് തന്നെ ദീപ്തിയും ചൈത്രയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ദീപ്തി അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് പോയി. ചൈത്ര പറഞ്ഞതിനേക്കാൾ നേരത്തെ ഇറങ്ങിയത് കാരണം അവളുടെ അച്ഛൻ അതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയമാണ് വികാസും കൂട്ടരും അവിടേക്ക് വരുന്നത്. നിങ്ങളെന്താ പെട്ടെന്ന് പാർട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയത്? നിങ്ങളെ നന്നായിട്ടൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. നിങ്ങൾക്കൊരു ട്രീറ്റ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ബേക്കറിയിൽ ഫുഡ് കഴിക്കാൻ പോവുകയാ, നീ വരുന്നോന്ന് ചോദിക്കുന്നു. നോ പറയരുതെന്നൊക്കെ അവർ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈത്ര ഒന്നുകൂടി അച്ഛനെ കോൾ ചെയ്തെങ്കിലും കിട്ടുന്നില്ല. ഇവർ കുറെ നിർബന്ധിച്ചപ്പോൾ ഇവർ നല്ലവരാണെന്ന് കരുതിയിട്ട് ചൈത്ര ഇവരുടെ കൂടെ കാറിലേക്ക് കയറി. അവൾ ഇനി എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ വികാസ് ചോദിക്കുന്നുണ്ട്. കേസ് എടുക്കാനൊക്കെ താല്പര്യം അവൾ പറഞ്ഞപ്പോൾ വികാസ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവന് നന്നായിട്ട് പഠിക്കുന്ന പയ്യനായിരുന്നു. ഇവളെയും കൊണ്ട് അവർ ബേക്കറിയിൽ കയറി. അവിടെ നിന്ന് ഫുഡ് കുറച്ച് പാഴ്സൽ വാങ്ങിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വികാസ് ചൈത്രയോട് പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ വന്ന വണ്ടിയുടെ പെട്രോൾ തീർന്നു, എന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്, അവർ രണ്ടുപേരുടെ കൂടെ നമുക്ക് അവരുടെ കാറിലേക്ക് കയറാമെന്ന്. പോകുന്ന വഴി ഞങ്ങൾ നിന്നെ പബ്ബിന്റെ ഫ്രണ്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. വികാസ് ഉൾപ്പെടെ 3 പയ്യന്മാരായിരുന്നു ഇപ്പോൾ ചൈത്രയുടെ കൂടെ ഉണ്ടായിരുന്നത്. വികാസിന്റെ 2 ഫ്രണ്ട്സ് വന്ന ആ കാറിലേക്ക് ചൈത്രയും കൂട്ടി അവർ കയറി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ആഹാരം അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ചെറിയ രീതിയിൽ മയക്കം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തലയ്ക്കെല്ലാം വല്ലാത്തൊരു ഭാരം. അവർ കൊടുത്ത ഫുഡിൽ അവരെന്തോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഹചര്യം മുതലെടുത്ത് വികാസ് അവളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അവളുടെ ശരീരത്തിലൊക്കെ അനാവശ്യമായിട്ട് തൊടാൻ ആരംഭിച്ചു. അവൾ എതിർക്കാൻ ശ്രമിക്കുകയും വണ്ടി നിർത്താൻ പറയുകയും ചെയ്തെങ്കിലും അവരെല്ലാവരും ചേർന്നിട്ട് അവളുടെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികി. അധികം ആൾക്കാരില്ലാത്തടത്തേക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തി അവർ ഓരോരുത്തരായിട്ട് അവളെ റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം തിരിച്ച് പബ്ബിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിറക്കി. അവളുടെ അച്ഛൻ വന്നപ്പോഴേക്കും അവൾ പാർട്ടി കഴിഞ്ഞ് നിൽക്കുകയാണെന്നാണ് അയാൾ വിചാരിച്ചത്. തന്റെ മകൾക്ക് സംഭവിച്ച ദുരന്തം അറിഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും ആകെ തകർന്നിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചൈത്രയുടെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന്. എന്നാൽ അത് കേട്ടുകൊണ്ടുവന്ന ചൈത്ര പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്കല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന്. അങ്ങനെ ചൈത്ര നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ വെച്ച് പോലീസുകാരോട് നടന്ന കാര്യം
കാര്യങ്ങളൊന്നും അവൾക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ആ ഇൻസിഡന്റിന് ശേഷമുള്ള ഒരു വലിയ ട്രോമയിലായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഭരോസ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് ചൈത്ര ഇവർ അയക്കുന്നത്. അവിടെയുള്ള ലേഡീസ് ചൈത്രയോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും നടന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്യുന്നു. അവർ 5 പേരും തന്നെ ക്രൂരമായി റേപ്പ് ചെയ്ത കഥ അവൾ അവരോട് പറയുന്നു. ഒരു സൊസൈറ്റി ആവുമ്പോൾ ബോയ്സും ഗേൾസും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുകയും സംസാരിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ വേണ്ടിവരും. ഞാനും അവരുടെ കൂടെ കയറിയത് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ്. എന്നാൽ ഞാൻ വിചാരിച്ച പോലെ അവരാരും നല്ലവരായിരുന്നില്ല. അവരെല്ലാം രാക്ഷസന്മാരായിരുന്നു എന്നാണ് ചൈത്ര പറയുന്നത്. ചൈത്രയുടെ ഫിസിക്കൽ എക്സാമിനേഷനിൽ അവൾ റേപ്പിനിരയായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവളുടെ ശരീരത്തിലെല്ലാം തന്നെ ഇവർ ഉപദ്രവിച്ച പാടുകളുണ്ടായിരുന്നു. വികാസ് ഉൾപ്പെടെയുള്ള പയ്യന്മാര് അവളെ കൊണ്ടുപോയി റേപ്പ് ചെയ്ത സ്ഥലത്തെല്ലാം പോയി പോലീസുകാർ പരിശോധന നടത്തുന്നു. അവരുടെ കാറും കണ്ടെടുത്തു. വികാസിനെ അവന്റെ വീട്ടിൽ നിന്നും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. പല സ്ഥലത്തായിട്ട് ഒളിവിലായിരുന്ന അവന്റെ ബാക്കി 4 ഫ്രണ്ട്സിനെയും അവർ കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്ത ഇതിനോടകം നാട്ടിലെങ്ങും തന്നെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ACP ജയദേവ് പത്രസമ്മേളനം വിളിക്കുകയും മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. സിറ്റിയിൽ നടക്കുന്ന ക്രൈമിനെ പറ്റിയും ഈ സെൻസേഷണൽ ആയിട്ട് നടന്നിട്ടുള്ള റേപ്പ് കേസിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ജയദേവ് പറയുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യം ഓരോ വാർത്തകൾ കിട്ടിക്കഴിയുമ്പോൾ പഴയതെല്ലാം നിങ്ങൾ മറന്നുപോകും. ഈ സിറ്റിയിൽ ഇതിനു മുമ്പ് വലിയൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റിൽ ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ മരണപ്പെട്ടു. ആ മരണത്തിന് കാരണവും മൈനേഴ്സായ കുറച്ച് പയ്യന്മാരായിരുന്നു. ഒരു കേസ് നമ്മളെ കാണിക്കുന്നുണ്ട്. വികാസിനെയും ഗ്യാങ്ങിനെയും പോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സാഹിൽ എന്ന് പറയുന്ന ഒരു പയ്യനും അവന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഈ സിറ്റിയിൽ. അവരും ഇതുപോലെ വലിയ വീട്ടിലെ ആൾക്കാരുടെ മക്കളൊക്കെ ആയിരുന്നു. ഡ്രഗ്സും മദ്യമൊക്കെ യൂസ് ചെയ്ത് ലൈസൻസ് പോലും ഇല്ലാതെ വണ്ടി ഓടിച്ച് എതിരെ വന്നൊരു വണ്ടിയെ ആക്സിഡന്റ് ആക്കുകയും അതിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയും ആ കുട്ടിയുടെ അങ്കിളും മരിക്കാൻ ഇടയാക്കുകയും ചെയ്തു. അവരെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സൊസൈറ്റി അവനെ തെറ്റ് ചെയ്തവനെന്ന് പറഞ്ഞ് വിളിച്ച് അവൻ വലിയൊരു ക്രിമിനലായി മാറി. അവനെ പിന്നീട് സൈക്കോ സാഹിൽ നിന്നായിരുന്നു എല്ലാവരും വിളിക്കാൻ തുടങ്ങിയിരുന്നത്. ഒരു തവണ തെറ്റ് ചെയ്ത് അവൻ അതിന്റെ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെല്ലാം അവന്റെ പഴയ കേസ് പറഞ്ഞ് അവനെ കളിയാക്കുകയായിരുന്നു. അതവന് സഹിക്കാൻ വയ്യാതെ അവൻ അവരെ എല്ലാം തന്നെ വീണ്ടും കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവൻ വീണ്ടും ജയിലിലായി. ഈ കേസില് മൈനേഴ്സ് ആയിട്ടുള്ള പയ്യന്മാര് തന്നെയാണ് കുറ്റക്കാര്. പക്ഷെ അവരുടെ ആരുടെയും പേര് പുറത്ത് പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. അതുകൊണ്ട് പെൺകുട്ടിയുടെയോ വികാസ് ഉൾപ്പെടെയുള്ള പയ്യന്മാരുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ജയദേവ് പറയുന്നില്ല. പക്ഷെ ആ പയ്യന്മാരുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മീഡിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. മന്ത്രിയുടെയും മറ്റു രാഷ്ട്രീയക്കാരുടെയും ഉൾപ്പെടെ മക്കളായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. അവസാനമായിട്ട് ഈ കേസിലെ പ്രധാന പ്രതിയായ വികാസിന്റെ പേരൻസിന്റെ കാര്യവും പറയുന്നു. വികാസ് പബ്ലിക് സ്കൂളിലെ വിന്ധ്യയുടെ മകനാണ് പ്രധാന പ്രതി എന്ന് പറയുന്നു. പേരൻസിന്റെ ഡീറ്റെയിൽസ് പോലും ഇങ്ങനെ തുറന്നു പറയാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് പോലും ജയദേവ് അത് മീഡിയ അറിയിച്ചു. ഞങ്ങളുടെ എല്ലാം പേര് പുറത്തു വന്നതോടുകൂടി ആ കുട്ടികളുടെ എല്ലാം പേരൻസ് ആകെ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ വിന്ധ്യ മാത്രം തന്റെ മകൻ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്യുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സാഹിൽ നടത്തിയ ആക്സിഡന്റ് കാരണം മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കാൻ വിന്ധ്യ ഉൾപ്പെടെ ഒരുപാട് പേര് മുന്നിട്ട് നിന്നിരുന്നു. അതേ വിന്ധ്യയുടെ മകൻ വികാസാണ് ഇപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം മകൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ രക്ഷിക്കാനല്ല വിന്ധ്യ നിന്നത്, അവനെ ശിക്ഷിക്കാൻ തന്നെയായിരുന്നു വിന്ധ്യയുടെ തീരുമാനം. സ്കൂളിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളെല്ലാം വിന്ധ്യയെ കളിയാക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് സ്വന്തം മകനെ വളർത്തി നല്ല വഴിക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് വിന്ധ്യ ഹസ്ബൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയായിരുന്നു. നീ അവനെ നോക്കാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനായി പോയതെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ വിന്ധ്യ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അവനെ നല്ല രീതിയിലാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അനുഭവിക്കാത്ത സുഖമെല്ലാം അവൻ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ആഗ്രഹിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ആവശ്യത്തിന് കാശ് കൊടുത്തു. 18 വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും അവന് വണ്ടി വാങ്ങി കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും പാടില്ല എന്ന് വിന്ധ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വിന്ധ്യയുടെ ഹസ്ബൻഡ് കേട്ടില്ല. അയാൾ തിരിച്ചും വിന്ധ്യയെ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ടോപ്പ് 10 സ്കൂളുകളിലൊന്നായി വികാസ് പബ്ലിക് സ്കൂൾ മാറ്റാൻ വേണ്ടിയിട്ട് രാവും പകലും അവൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം മകന്റെ കാര്യങ്ങൾ നോക്കാൻ അവൾ വിട്ടുപോയെന്ന് അയാൾ പറയുന്നു. അയാൾ പറയുന്ന ആ കാര്യങ്ങൾ ശരി തന്നെയായിരുന്നു. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും വികാസിന് വേണ്ടി സമയം കണ്ടെത്താൻ വിന്ധ്യയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ മകൻ തെറ്റായ വഴിക്ക് പോയതിൽ തനിക്കും നല്ല പങ്കുണ്ടെന്ന് വിന്ധ്യയ്ക്ക് അറിയാം. അതെല്ലാം ആലോചിച്ചിരുന്ന് അവർക്ക് അറിയുകയായിരുന്നു. മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കളും വിന്ധ്യയുടെ ഹസ്ബൻഡും എങ്ങനെയെങ്കിലും തങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിന്ധ്യ തന്റെ തെറ്റ് മനസ്സിലാക്കി ചൈത്രയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. വികാസിനെയും കൂട്ടുകാരെയും ജയദേവ് ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും അവരാരും തന്നെ എത്ര അടികൊണ്ടിട്ടും ഒന്നും മിണ്ടിയില്ല. അവർ ചെയ്ത ക്രൈം അക്സെപ്റ്റ് ചെയ്തതുമില്ല. 2 ദിവസം അവർ ആഹാരം പോലും കഴിക്കാതിരിക്കുകയായിരുന്നു. എന്നിട്ടും ഒരു സത്യങ്ങളും തുറന്നു പറഞ്ഞില്ല. ആഹാരം വേണോന്ന് ചോദിച്ചപ്പോൾ പാരഡൈസ് ഹോട്ടലിലെ ബിരിയാണി മതിയെന്ന് അവർ പറയുന്നു. ജയദേവ് 25 ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഓരോരുത്തരോടും 5 ബിരിയാണി വെച്ച് തിന്നാൻ പറയുന്നു. ഒരു ബിരിയാണി തിന്നപ്പോൾ തന്നെ അവർക്ക് മതിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ നിർബന്ധിച്ച് ഓരോ ബിരിയാണിയായിട്ട് വികാസിനെ കൊണ്ട് ജയദേവ് ആദ്യം കഴിപ്പിക്കുന്നു. കഴിച്ച് അവന്റെ വയറ് പൊട്ടു എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അവനിനി കഴിക്കാൻ വയ്യാതെ അയാളുടെ കാലിൽ വീണ് അവൻ കരയുന്നുണ്ട്. ജയദേവിന്റെ ആഹാരം കഴിപ്പിച്ചിട്ടുള്ള ടോർച്ചർ സഹിക്കവയ്യാതെ അവർ തങ്ങൾ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ജയദേവ് അങ്ങനെ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എവിടെ വെച്ചാണോ ഇവരാ ക്രൈം നടത്തിയത്
ചെയ്ത് അവിടേക്ക് കൊണ്ടുപോവുകയും അതേ വണ്ടിയിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് കിടത്തുകയും ചെയ്യുന്നു. എന്താണോ നിങ്ങൾ ചൈത്രയോട് ചെയ്തത് അതിവിടെ ഡെമോ കാണിക്കാൻ പറയുന്നു. അന്ന് ചെയ്തതെല്ലാം വീണ്ടും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കാൻ പറയുമ്പോൾ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ജയദേവ് കർശനമായിട്ട് പറയുന്നതോടുകൂടി കരഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്ത തെറ്റെല്ലാം പറഞ്ഞുകൊണ്ട് അവരത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കുന്നു. ഓരോരുത്തരും ആ പെൺകുട്ടിയെ എങ്ങനെയാണ് ബലമായിട്ട് പിടിച്ചു വെച്ചിരുന്നതെന്ന് കാണിക്കുന്നു. കൂട്ടത്തിലൊരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഷൂട്ട് ചെയ്ത വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം തങ്ങളുടെ ഫോൺ പലയിടങ്ങളിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ എവിഡൻസ് ഒന്നും തന്നെ പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ജയദേവ് ഇവരുടെ എല്ലാം തന്നെ ഫെർട്ടിലിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് അയക്കുന്നു. അവിടെ അവരോട് അവരുടെ പാൻസ് അഴിച്ചിട്ട് അവിടെയുള്ള സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ പെനിസ് ഇറക്റ്റഡ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ടെൻഷനിലും വിഷമത്തിലും അവരുടെ ആരുടെയും സെക്ഷൽ ഓർഗൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇറക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും കഴിവുകെട്ടവരാണെന്ന് പുച്ഛത്തോടുകൂടി ആ ഡോക്ടർ പറഞ്ഞതും അവരെല്ലാവരും നാണം കെട്ടു നിൽക്കുന്നു. പരസ്പരം അവർ പറയുന്നുണ്ട് 3 നിമിഷത്തെ സുഖത്തിന് വേണ്ടി ചൈത്രയോടത് ചെയ്തപ്പോൾ ഇവരാകട്ടെ ഓരോ നിമിഷവും നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും ഭേദം ചത്തുപോകുന്നതാ തോന്നുന്നെന്ന് പോലും അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. അവസാനമായിട്ട് വികാസ് ആ ടെസ്റ്റിന് വേണ്ടി ചെന്നപ്പോൾ നാണക്കേട് കാരണം അവിടെ ഉണ്ടായിരുന്ന കെമിക്കൽ എടുത്ത് കുടിക്കുന്നു. ഒരു ആത്മഹത്യാ ശ്രമമായിരുന്നു അത്. പെട്ടെന്ന് അവനെ അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ സമയം വിന്ധ്യയുടെ ഹസ്ബൻഡ് വിന്ധ്യയോട് പറയുന്നുണ്ട്, സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പരിചയമുള്ള ആൾക്കാരെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളതിന് നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിന്ധ്യ പറയുന്നുണ്ട്, ഞാൻ എന്റെ മകനേക്കായാലും കൂടുതൽ ഈ നിമിഷം ആലോചിക്കുന്നത് ചൈത്രയെ കുറിച്ചാണെന്ന്. ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. 5 പേര് ചേർന്നിട്ടാണ് അവളെ ക്രൂരമായി റേപ്പ് ചെയ്തത്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വികാസ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് കോൾ അവർക്ക് വരുന്നത്. ആകെ ടെൻഷനോടുകൂടി അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ വിന്ധ്യയാകട്ടെ വികാസിനോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇങ്ങനെ മരിക്കാൻ പാടില്ല. ഇത് വെറും ചെറിയ ശിക്ഷയാണ്. ആ പെൺകുട്ടിയോട് നീ ചെയ്തതിന് വലിയ ശിക്ഷ തന്നെ നിനക്ക് ലഭിക്കണം. നിങ്ങൾ എല്ലാരും കൂടി റേപ്പ് ചെയ്ത ആ പെൺകുട്ടി പോലും ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവളുടെ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ ഒരു ഭീരുവിനെ പോലെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പുച്ഛിക്കുകയായിരുന്നു വിന്ധ്യ ചെയ്തത്. സ്വന്തം അമ്മ പോലും തന്റെ കൂടെ ഇല്ലാന്ന് മനസ്സിലാക്കി വികാസ് ആകെ തകർന്നു കിടക്കുകയായിരുന്നു. ചൈത്രയുടെ കേസിന്റെ വിചാരണ നടക്കുന്നത് അതിവേഗ കോടതിയിലായിരുന്നു. അന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ചൈത്ര കോടതിയിൽ പറയുന്നു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്റെ ലിമിറ്റ്സ് തനിക്ക് അറിയാമെന്നും ഞാൻ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് അവരോട് പെരുമാറിയതെന്നും അവൾ പറയുന്നു. പക്ഷേ അവരവരുടെ ലിമിറ്റ് വിട്ട് എന്നെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അവരാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ പോയത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നു എന്ന് കരുതിയോ യാത്ര ചെയ്തു എന്ന് കരുതിയോ ഒരു പ്രശ്നമില്ലാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ. പക്ഷേ ഈ സംഭവത്തിന് ശേഷം എനിക്ക് എന്റെ ആൺ സുഹൃത്തുക്കളെ പോലും ഒരു നല്ല സുഹൃത്തായിട്ട് കാണാൻ പറ്റുന്നില്ല. അവരെ കാണുമ്പം പോലും എനിക്ക് പേടിയാണ്. ഈ സംഭവം അവളെ അത്രയും വലിയൊരു ട്രോമയിലേക്കായിരുന്നു തള്ളിവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ എതിർഭാഗം വക്കീല് പറയുന്നത് അവിടെ നടന്നത് റേപ്പ് അല്ലായിരുന്നുവെന്നും ചൈത്രയുടെ സമ്മതത്തോടു കൂടി നടന്ന ഒരു ഫണ്ണായിരുന്നുവെന്നുമാണ്. കാരണം അവരാരും ഇവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയതല്ല. അവൾ തനിയെ പോയി കാറിൽ കയറിയതാണ്. ആ വിഷ്വൽസ് എല്ലാം തന്നെ അവർ കോടതിയിൽ കാണിക്കുന്നു. അവളുടെ ശരീരത്തിലുള്ള മാർക്ക് പോലും ആ ഫണ്ണിന്റെ ഭാഗമാണെന്നാണ് അയാൾ പറയുന്നത്. ഇത് കേട്ട് ചൈത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കോടതി പോലീസുകാർക്ക് ഒരാഴ്ചത്തെ സമയം കൊടുക്കുന്നു. റേപ്പ് നടന്നു എന്നുള്ളതിന് കുറച്ചുകൂടി നല്ലൊരു തെളിവ് സംഘടിപ്പിച്ചുകൊണ്ട് വരാനായിരുന്നു കോടതി സമയം കൊടുത്തത്. ഇതിനിടയ്ക്ക് കാശ് കൊടുത്ത് ഈ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ പേരൻസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചൈത്രയുടെ അമ്മയും അച്ഛനും ആ കാശെല്ലാം എടുത്ത് അവരോട് പുറത്തേക്കിറങ്ങി പോകാനാണ് പറയുന്നത്. എന്തൊക്കെ വന്നാലും തങ്ങളുടെ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനായിരുന്നു അവരുടെ തീരുമാനം. ഒരാഴ്ചയ്ക്ക് ശേഷം കേസിന്റെ വിചാരണ നടക്കുമ്പോൾ പോലീസുകാര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ തെളിവുമായിട്ടായിരുന്നു വന്നത്. വികാസും കൂട്ടരും അവരുടെ ഫോൺ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? വികാസിന്റെ ഫോൺ ഇവർ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചൈത്രയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരുടെയും മുഖം വ്യക്തമായിട്ട് കാണാം. ആ ഒരു എവിഡൻസ് മാത്രം മതിയായിരുന്നു കോടതിക്ക് അവർക്ക് ശിക്ഷ കൊടുക്കാൻ. 20 വർഷത്തെ ജീവപര്യന്തമാണ് കോടതി അവർക്ക് വിധിച്ചത്. അവർക്ക് ശിക്ഷ കിട്ടിയതോടുകൂടി ചൈത്രയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. ആ സംഭവത്തിന് ശേഷം വിന്ധ്യയുടെ ഹസ്ബൻഡിന്റെ ജീവിതം നോർമലായിട്ട് പോയില്ല. ആൾക്കാർ മുഴുവൻ അവരെ ചോദ്യം ചെയ്യാനും കളിയാക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു. ജയിലെത്തിയ വികാസിനെയും കൂട്ടരെയും വേറെ വേറെ സെല്ലിലായിരുന്നു കൊണ്ടിട്ടിരുന്നത്. വികാസ് എത്തിയ സെല്ലിലെ എല്ലാവരും വികാസ് റേപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങി. അതേ ജയിലിൽ തന്നെയായിരുന്നു സാഹിലും ഉണ്ടായിരുന്നത്. സാഹിലിന് പുറത്തൊരു ഡ്രഗ് മാഫിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ജയിൽ വെച്ചിട്ടായിരുന്നു അവൻ പല പ്ലാനിങ്ങും നടത്തിക്കൊണ്ടിരുന്നത്. ആ ജയിലിലെ തന്നെ എല്ലാവർക്കും പേടിയുള്ള ആളായിരുന്നു സാഹിൽ. സാഹിൽ ഉൾപ്പെടെ എല്ലാവരും വികാസിനെ ടോർച്ചർ ചെയ്യാനോ ഉപദ്രവിക്കാനോ ആരംഭിച്ചു. എന്നാൽ ഒരു സമയം അവൻ സാഹിലിനെ തിരിച്ചടിച്ചു. ആദ്യമായിട്ടായിരുന്നു ഒരാൾ സാഹിലിനെതിരെ നിൽക്കാൻ ആരംഭിച്ചത്. അതോടുകൂടി വികാസിന്റെ പിറകെയും കുറച്ച് ആൾക്കാർ കൂടാൻ തുടങ്ങി. സാഹിലിനെ പോലെ ജയിലിൽ വലിയൊരു ഗുണ്ടയായിട്ട് വികാസം മാറുകയായിരുന്നു. ഏകദേശം 6 വർഷങ്ങൾ കഴിഞ്ഞു. 6 വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും വിന്ധ്യ അവനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ കോടതിയിൽ നിന്ന് പ്രത്യേക ഓർഡറൊക്കെ വാങ്ങിയിട്ട് വികാസിനെ കാണാൻ വരുന്നു. അവന് പരോൾ റെഡിയാക്കിക്കൊണ്ടായിരുന്നു വിന്ധ്യ വന്നത്. 3 മാസത്തെ പരോളായിരുന്നു അവൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. താൻ അവനെ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയതെന്നുള്ള കുറ്റബോധം വിന്ധ്യക്കുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്ന അവനെ ഒരു IIT എക്സാം എഴുതിപ്പിക്കാനായിരുന്നു വിന്ധ്യ വന്നത്. 3 മാസം അവന് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പഠിച്ച എക്സാം എഴുതുമെന്ന് അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. തന്റെ മകൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്ന് വിന്ധ്യക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറയുന്നുണ്ട് 6 വർഷം മുമ്പ് വന്ന വികാസ് അല്ല ഇപ്പോഴുള്ളതെന്ന്, അവൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. തന്റെ മകന്റെ മാറ്റമൊന്നും അറിയാതെയാണ് വിന്ധ്യ അവനെ ജയിലിൽ നിന്നും പുറത്തിറക്കിയത്. അവൻ വിന്ധ്യയോട് സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവന്റെ ചെറിയ ഫോണിൽ നിന്ന് അവൻ അമർ എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിക്കുന്നു. ജയിലിൽ വെച്ച് അവൻ പരിചയപ്പെട്ടതായിരുന്നു അമറിനെ. ട്രാഫിക്കിൽ വെച്ച് വിന്ധ്യയുടെ ശ്രദ്ധ തെറ്റിയതും അവൻ കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അമറിന്റെ കൂടെ അവിടെയുള്ള ഒരു റൂമിലേക്കാണ് അവൻ പോകുന്നത്. വിന്ധ്യ അവന്റെ പിറകെ ഓടിപ്പോകുന്നുണ്ട്. ഒരു റൂമിന്റെ ടെറസിലേക്ക് പോയിട്ട് ഇവനുൾപ്പെടെ അമറിന്റെ മറ്റു കൂട്ടുകാരുടെ കൂടെ ചേർന്നിരുന്ന് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുകയായിരുന്നു. വിന്ധ്യ അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ അബോധാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അമൃത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ അവൻ കിടക്കുകയായിരുന്നു. അവിടെ അവരെ എല്ലാം തള്ളി മാറ്റിയിട്ട് പോലീസിനെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ വികാസിനെ എടുത്തുകൊണ്ട് വിന്ധ്യ വീട്ടിലേക്ക് വരുന്നു. 6 വർഷത്തിനിടയ്ക്ക് വെച്ച് വിന്ധ്യയ്ക്കും വിന്ധ്യയുടെ ഹസ്ബൻഡിനും ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു ജീവിക്കുന്നത്. സൊസൈറ്റിയിലെ എല്ലാവരും വികാസിനെ കണ്ടതോടുകൂടി ഓരോന്ന് പറയാൻ തുടങ്ങി. തന്റെ മകന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വികാസിനെയും കൂട്ടി വിന്ധ്യ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. തന്റെ മകനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനായിരുന്നു വിന്ധ്യ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രി അവൻ ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം വാരിക്കൊടുത്ത് അവനെ റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. പിറ്റേന്ന് രാവിലെ വിന്ധ്യ പോയി നോക്കുമ്പോൾ കാണുന്നത് അവൻ രാത്രി എപ്പോഴോ അമൃതയെ വിളിച്ച് അവന്റെ റൂമിൽ കിടത്തിയിരിക്കുന്നതാണ്. വിന്ധ്യ ദേഷ്യത്തിൽ അവരെ രണ്ടുപേരും വിളിച്ചുണർത്തുന്നു. അവളോട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നു. അവളും കൂട്ടുകാരും ചേർന്നിട്ടായിരുന്നു അവന് ഡ്രഗ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. വിന്ധ്യ അവനോട് പറയുന്നുണ്ട് 10 മിനിറ്റിനുള്ള റെഡിയായി നീ ക്ലാസ്സിന് വേണ്ടി മുകളിലേക്ക് വരണമെന്ന്. വിന്ധ്യയുടെ നേതൃത്വത്തില് അവിടെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്ക് വന്നിരിക്കാനായിരുന്നു വിന്ധ്യ അവനെ വിളിച്ചത്. എന്നാൽ വികാസ് പഠിക്കാനൊന്നുമല്ല അവിടേക്ക് കയറി വന്നത്. അമൃതയും കൂട്ടി അവിടെ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുകയും ആ കുട്ടികളോടൊക്കെ ഞാനാണ് ആ പബ് കേസിലെ പ്രതിയെന്ന് പറയുകയും ചെയ്യുന്നു. അവരുടെ എല്ലാം മുന്നില് അവൻ വിന്ധ്യയെ നാണം കെടുത്തുകയായിരുന്നു. വിന്ധ്യയുടെ മുന്നിൽ വെച്ച് അവിടെ ഇരുന്ന ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ കത്തിക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ അത് നോക്കുന്നുണ്ടായിരുന്നു. ഇവൻ നന്നാകില്ല എന്ന് എല്ലാവരും പരസ്പരം പറയുന്നു. വിന്ധ്യ അവന്റെ റൂമും അവന്റെ ബാഗും എല്ലാം തന്നെ പരിശോധിക്കുന്നു. അവന് ഡ്രഗ്സ് ഇടപാട് നടത്തുന്ന പലരുമായിട്ടും ബന്ധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വിന്ധ്യ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ജയദേവന് കൊടുക്കുന്നു. വികാസ് ജയിലിൽ നിന്ന് കിട്ടിയ അമർ എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് വലിയ ഡ്രഗ്സ് ഡീലേഴ്സിന്റെ അടുത്ത് പോകുന്നുണ്ട്. പുതിയ പുതിയ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുകയും അത് പലർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിന്ധ്യ കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ജയദേവ് അവിടെ പോവുകയും അവരെയെല്ലാം കൈയോടെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വികാസ് ആകട്ടെ ജയദേവനെ കണ്ടപ്പോൾ പറയുന്നുണ്ട് ഇയാൾ എക്സ് ACP ആണെന്ന്, ഇപ്പോൾ ACP അല്ല എന്ന്. കാരണം വികാസിന്റെ കേസില് വികാസിന്റെ പേരൻസിന്റെ പേര് പുറത്തുവിട്ടു എന്ന് പറഞ്ഞിട്ട് ജയദേവിന് അന്ന് കോടതി സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സസ്പെൻഷനൊക്കെ മാറ്റിയിട്ട് അയാൾ ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലില് തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് വികാസിന് അറിയില്ലായിരുന്നു. ആ കേസിൽ നിന്ന് വികാസ് പുറത്തു വന്നെങ്കിലും അവൻ വീണ്ടും തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തന്നെ ഇറങ്ങുകയായിരുന്നു. പ്രാവശ്യം പുറത്തേക്ക് പോകണ്ട, എന്റെ വീട്ടിൽ വെച്ച് പാർട്ടി നടത്താമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ എല്ലാം അവിടേക്ക് വിളിച്ച് പാർട്ടി നടത്തുന്നു. എല്ലാവരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് വിന്ധ്യ അവിടേക്ക് വരുന്നത്. അവരെല്ലാം അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് വിന്ധ്യ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന ലൈസൻസ് ഉള്ള ഗൺ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പേടിച്ച് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയി. വികാസ് വിന്ധ്യയുമായിട്ട് വഴക്കിടുന്നുണ്ട്. വിന്ധ്യ തിരിച്ച് അവനോട് പറയുന്നുണ്ട് എത്രയൊക്കെ നിന്നെ നന്നാക്കാൻ നോക്കിയിട്ടും നീ വീണ്ടും പഴയ വഴിക്ക് തന്നെ പോകുന്നതെന്ന്. ഇങ്ങനൊരു മകൻ ജീവിച്ചിരിക്കുന്നതിലും ഭേദം നീ എന്നെ കൊന്നിട്ട് സ്വയം ചാകുന്നതാണെന്ന്. വിന്ധ്യയുടെ കയ്യിലുള്ള തോക്ക് അവൻ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്നുണ്ട്. അതിനിടയ്ക്ക് തോക്ക് ദൂരേക്ക് അവൾ വലിച്ചെറിഞ്ഞു. ഡ്രഗ്സ് യൂസ് ചെയ്ത് അത് തലയ്ക്ക് പിടിച്ചിരുന്ന വികാസ് ആകട്ടെ സ്വന്തം അമ്മയെ ഭിത്തിയോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ നിമിഷം അവന്റെ മുന്നിൽ നിൽക്കുന്നത് അവന്റെ അമ്മയാണെന്ന് പോലും അവൻ ഓർമ്മ വരുന്നില്ല. മറ്റൊരു ഫീലിംഗ്സോട് കൂടിയായിരുന്നു അവൻ തന്റെ അമ്മയോട് കൂടി ചേർന്ന് നിന്നത്. തന്റെ മകന്റെ കണ്ണില് കാമം തോന്നുന്നത് ആ അമ്മയും അറപ്പോടുകൂടി നോക്കുന്നു. വിന്ധ്യ അവനെ ദൂരേക്ക് തള്ളിയിടുന്നുണ്ട്. നിന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നും ചോദിച്ച് വിന്ധ്യ ആകെ തകർന്ന് അവനോട് പറയുന്നുണ്ട് നിന്നെ പോലെ ഞാനും നശിക്കാൻ പോവുകയാണെന്ന്. അവിടെ ഇരുന്ന മദ്യക്കുപ്പികളിൽ നിന്ന് മദ്യം എടുത്ത് വിന്ധ്യ കുടിക്കുന്നു. എന്നിട്ട് ആ മദ്യക്കുപ്പികൾ അവന്റെ തലയിലേക്ക് വലിച്ചെറിയുന്നു. അവന്റെ തല പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. മദ്യം കുടിച്ചു കുടിച്ച് തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് വിന്ധ്യ നിലത്ത് കിടക്കുകയായിരുന്നു. അമ്മ എന്ന വാക്കിന് പോലും ഞാൻ അർഹയല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിന്ധ്യ അവനെ പുറത്തേക്ക് കൊണ്ടിടുന്നു. അവൻ അന്ന് രാത്രി മുഴുവൻ അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വരുമ്പോ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മദ്യം കുടിച്ചിട്ട് വൊമിറ്റ് ചെയ്ത് അവശനിലയിൽ കിടക്കുന്ന സ്വന്തം അമ്മയായിരുന്നു. തന്റെ അമ്മയെ ആ അവസ്ഥയിൽ കണ്ട് അവൻ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ജയിലിൽ നിന്നും വികാസിന് എങ്ങനെയാണ് ഡ്രഗ്സ് മാഫിയുമായിട്ട് ബന്ധമുണ്ടായതെന്ന് ജയദേവ് അന്വേഷിക്കുന്നു. സാഹിലുമായിട്ട് പ്രശ്നമുണ്ടായിക്കൊണ്ടിരുന്ന വികാസിന് അവിടെ ഒരുപാട് പേരുടെ പിന്തുണയുണ്ടായിരുന്നു. സാഹിലിനെ പോലീസുകാര് മറ്റൊരു സെല്ലിലേക്ക് മാറ്റിയതോടുകൂടി സാഹില് ഡ്രഗ്സ് ഡീലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാര് വികാസുമായിട്ട് ചേരുകയും അവനെ ഉപയോഗിച്ച് പല പ്ലാനുകൾ ഇടുകയും ചെയ്യുന്നു. പുറത്തുള്ള ഒരുപാട് പേരുമായിട്ട് അവനും കണക്ഷൻ വരാൻ തുടങ്ങി. ജയിലിൽ അവന് ഫോൺ എത്തിച്ചു കൊടുക്കാനും പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവിടെ പോലീസുകാരും അവനെ സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ ഈ വലിയ ഡ്രഗ്സ് മാഫിയയുടെ പിടിയിൽപ്പെട്ടത്. ഇവിടെ മകന്റെ അവസ്ഥ കണ്ട് സ്വയം നശിക്കാൻ തീരുമാനിച്ച വിന്ധ്യയാകട്ടെ പകല് മുഴുവൻ മദ്യപിക്കാൻ ആരംഭിച്ചു. തന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് പലപ്പോഴും വികാസായിരുന്നു അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവന്റെ കൂട്ടുകാരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയായിരുന്നു. അമൃതയും ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്. സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്ന് കരുതി വന്ന അവളാകട്ടെ ഈ ഡ്രഗ്സ് മാഫിയയുടെ ഇടയിൽ പെട്ടുപോയി. അവളുടെ ജീവിതവും നശിച്ചു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാകട്ടെ ഡ്രഗ്സ് യൂസ് ചെയ്ത് ബോധമില്ലാതെ റെയിൽവേ
ട്രാക്കിൽ പോവുകയും വികാസിന്റെ കൺമുന്നിൽ വെച്ചിട്ട് ട്രെയിൻ ഇടിച്ച് മരിക്കുകയും ചെയ്തു. ഡ്രഗ്സ് എല്ലാവരെയും എങ്ങനെയാണ് ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൻ സ്വയം കാണാൻ തുടങ്ങിയിരുന്നു. അവന്റെ ഫ്രണ്ട്സും ഇതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചു. അതിന്റെ ഇടയ്ക്ക് ഓരോ ദിവസവും മദ്യപിച്ച് പലയിടങ്ങളിലും വിന്ധ്യ വീണുകിടക്കുമ്പോൾ വികാസിന് ഉള്ളിലെ സങ്കടം കൂടിക്കൂടി വരികയായിരുന്നു. തങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി തങ്ങൾ കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. ഒടുവിൽ തന്റെ അമ്മ പറഞ്ഞ പോലെ നല്ലപോലെ പഠിച്ച് ആ എക്സാം എഴുതാൻ വികാസ് തീരുമാനിക്കുന്നു. വിന്ധ്യ ആഗ്രഹിച്ച പോലെ അവൻ ക്ലാസ്സിന് വന്നിരിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. അതോടുകൂടി വിന്ധ്യയും പതിയെ വിന്ധ്യയുടെ മദ്യപാനം എല്ലാം നിർത്തി. ഇവിടെ പോലീസുകാര് വികാസിലൂടെ സാഹിലിന് കണക്ഷനുള്ള പല ആൾക്കാരുടെയും ഡീറ്റെയിൽസ് എടുക്കുകയും സാഹിലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സാഹിലിന് തന്റെ കണക്ഷനെല്ലാം വികാസാണ് പുറത്തുവിട്ടതെന്ന് മനസ്സിലായതോടുകൂടി വികാസിനോട് ദേഷ്യമായിരുന്നു. അന്ന് രാത്രി അവൻ ജയിൽ ചാടുന്നു. വികാസിന് പിറ്റേന്ന് എക്സാം ആണ്. രാത്രിയിൽ അവൻ ഫ്രണ്ട്സിനെ കാണാൻ വരുന്നുണ്ട്. ആ സമയം അവന്റെ കൂടെ റേപ്പ് കേസിൽ പെട്ടിരുന്ന നീരജ് എന്ന് പറയുന്ന അവന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. നീരജ് ആകട്ടെ വികാസിനോട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ജയിലിലാക്കാൻ കാരണം നിന്റെ അമ്മയാണെന്ന്. ആ മൊബൈൽ ഫോണിലെ തെളിവ് നിന്റെ അമ്മയാണ് തേടിപ്പിടിച്ചു കൊണ്ടുകൊടുത്തത്. തന്റെ മകൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണമെന്നും അവൻ തെറ്റ് മനസ്സിലാക്കണമെന്നും വിന്ധ്യ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഡ്രെയിനേജിൽ കളഞ്ഞ ആ ഫോൺ വിന്ധ്യയായിരുന്നു കണ്ടെടുത്ത് ജയദേവന് കൊടുത്തത്. ഈ സത്യം അറിഞ്ഞതോടുകൂടി വികാസിന് വിന്ധ്യയോട് വീണ്ടും ദേഷ്യം തോന്നാൻ തുടങ്ങി. ആ സമയത്താണ് സാഹിൽ അവിടേക്ക് വരുന്നതും വികാസുമായിട്ട് അടിയുണ്ടാക്കുന്നതും. അമൃത കറക്റ്റ് സമയത്ത് പോലീസിനെ വിവരം അറിയിച്ചതോടുകൂടി സാഹിൽ പോലീസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചേസ് ചെയ്യുന്നു. എന്നാൽ ഒരു ആക്സിഡന്റിൽ സ്പോട്ടിൽ തന്നെ സാഹിൽ മരിക്കുകയും ചെയ്തു. പക്ഷെ അവന്റെ കഴുത്തിലുണ്ടായിരുന്ന പെൻഡ്രൈവിൽ നിന്നും അവൻ ഡ്രഗ്സ് ഡീലിംഗ് നടത്തുന്ന വേറെ ആൾക്കാരുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടുന്നു. സാഹിലിനെ ഫോളോ ചെയ്തു വന്ന വികാസം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സാഹിൽ മരിച്ചു എന്ന് അവന് മനസ്സിലായി. പക്ഷെ അതേസമയം വിന്ധ്യ അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. താൻ ജയിലിൽ പോകാനുള്ള തെളിവ് കൊടുത്തത് വിന്ധ്യയാണെന്ന് അറിഞ്ഞതോടുകൂടി അവൻ എക്സാം എഴുതാനോ നല്ലവനായി മാറാനോ ഒന്നും തന്നെ ആഗ്രഹം തോന്നിയില്ല. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് എങ്ങോട്ടോ പോയി. പിറ്റേന്ന് രാവിലെ അവൻ എക്സാം എഴുതാൻ വരുമെന്ന് കരുതി സെന്ററിന് മുന്നിൽ വിന്ധ്യയും അമൃതയും ഉൾപ്പെടെ എല്ലാവരും കാത്തുനിന്നെങ്കിലും അവൻ വന്നില്ല. പരോളിന് പുറത്തിറങ്ങിയിട്ട് ഡ്രഗ്സ് മാഫിയയുമായിട്ട് ബന്ധം കൊണ്ട് നടന്നത് കാരണം വികാസിനെ വീണ്ടും പോലീസുകാര് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കോർട്ടിൽ നിന്നും പ്രത്യേക പെർമിഷനുമായിട്ട് ജയദേവ് വരുന്നു. അവൻ ഇവിടുത്തെ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഡൽഹിയിൽ പോയി ഒരു എക്സാം കൂടി എഴുതാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് അവൻ പെർമിഷൻ വാങ്ങണം. അതിനവൻ ഈ കോലത്തിലൊന്നും പോയാൽ പോരാ, നല്ല രീതിയിൽ തന്നെ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മളെ കോടതിയിൽ നടന്ന ചില കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം ഈ മൂവിയുടെ തുടക്കത്തില് വിന്ധ്യ തനിക്കെതിരെ തന്നെ കേസ് കൊടുക്കാനല്ലേ വന്നിരുന്നത്. തന്റെ മകൻ ഇങ്ങനെ ആയതിന് താൻ കൂടെ കുറ്റക്കാരിയാണെന്ന് വിന്ധ്യ കോടതിയിൽ പറയുന്നു. തനിക്ക് ഈ ശിക്ഷ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്ധ്യയെ പിന്തുണച്ചുകൊണ്ട് വിന്ധ്യയുടെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പല രക്ഷകർത്താക്കളും തങ്ങളുടെ മക്കൾ ചെയ്ത തെറ്റിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് പറയുന്നു. ചെറുപ്പം മുതലേ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ അവരെ നല്ല രീതിയിൽ വളർത്താത്തത് കൊണ്ടാണ് തങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയതെന്ന് പറയുന്നു. എന്നാൽ കോടതി പറയുന്നുണ്ട് അങ്ങനൊരു ശിക്ഷ കൊടുക്കാൻ വകുപ്പില്ല എന്ന്. മക്കൾ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വേദന തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ആ പറഞ്ഞതും ശരിയായിരുന്നു. വികാസ് കാരണം വിന്ധ്യയെ ഫാമിലി അനുഭവിച്ച വേദന അത്രത്തോളം വലുതായിരുന്നു. ആ റേപ്പ് കേസിന് ശേഷം ഒരു ദിവസം പോലും സമാധാനത്തോടെ വിന്ധ്യ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇത് വികാസിന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവന് ഡൽഹിയിൽ പോയി എക്സാം എഴുതണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി പെർമിഷൻ വാങ്ങണം. വികാസ് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. മജിസ്ട്രേറ്റിന്റെ അടുത്ത് അവന്റെ ഫയൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജോലിക്കാരി മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, ഇവൻ റേപ്പ് കേസിലെ പ്രതിയാണ്. ഇവന് പഠിക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല, വേറെന്തെങ്കിലും പരിപാടിക്കായിരിക്കും ഇവൻ ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്. ആ സമയം വികാസ് ആ മജിസ്ട്രേറ്റിനെ നോക്കുകയായിരുന്നു. അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റാരും ആയിരുന്നില്ല, അവൻ റേപ്പ് ചെയ്ത ചൈത്രയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഈ 6 വർഷത്തിനുള്ളിൽ. അവൾ പഠിച്ച് വലിയൊരു നിലയിലെത്തിയിരിക്കുന്നു. അവളെ കണ്ടതും അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ കേസ് ഫയൽസ് നോക്കുമ്പോൾ ചൈത്രയും ഡിസ്റ്റർബ് ആകുന്നുണ്ടായിരുന്നു. കാരണം തന്നെ പീഡിപ്പിച്ചവനാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവൻ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞതോടുകൂടി ചൈത്ര അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അവൻ വിറച്ചുകൊണ്ട് എല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ട്. അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അവൻ കറക്റ്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞത്. അവൻ എക്സാം എഴുതാൻ തന്നെയാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അവൻ എക്സാം എഴുതാനുള്ള അപ്രൂവൽ അവൾ കൊടുക്കുന്നു. സങ്കടത്തോടുകൂടി അവൻ പുറത്തേക്കിറങ്ങി തന്റെ അമ്മയുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് പറയുന്നു. അവൻ എന്തിനാ കരയുന്നെന്ന് പോലും വിന്ധ്യയ്ക്ക് മനസ്സിലായില്ല. കാലം അവനെ അവസാനം കൊണ്ടെത്തിച്ചത് താൻ ക്രൂരത ചെയ്ത അതേ പെൺകുട്ടിയുടെ മുന്നിൽ തന്നെ. തന്നോട് മാപ്പ് പറഞ്ഞ് തന്റെ മകനെ ആശ്വസിപ്പിക്കുന്ന വിന്ധ്യ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട് നമ്മളെ. മറ്റൊരു സൈഡില് തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും തന്റെ ലൈഫിനെ ബാധിക്കാതെ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചൈത്രയും. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.